പ്രിയപ്പെട്ട ഒരാളുടെ വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ കൊണ്ടുവരാം. ബിജുവിനെ പറ്റി പറയുമ്പോഴേ എനിക്ക് ആദ്യം ബിജു വീട്ടിൽ വന്ന കാര്യമാണ് ഓർമ്മ വരുന്നത്. വന്നത് ജോണി സാഗരിയുടെ കൂടെ ഒപ്പമാണ്. മാഷിനെ കാണാൻ വന്നിരിക്കുകയാണ്, ചാൻസ് അന്വേഷിച്ച് വന്ന. വാസ്തവം പറഞ്ഞാൽ ഇന്നും ബിജുവിൻ്റെ ആ രൂപം എൻ്റെ മനസ്സിലുണ്ട്. അന്ന് പക്ഷേ ഞാൻ അത്രയൊന്നും ബിജുവിനോട് സംസാരിക്കുകയൊന്നും ചെയ്തില്ല. വളർന്നു വരാൻ പോകുന്ന ഒരു പിന്നണി ഗായകൻ എന്നുള്ള ഒരു പരിഗണനയും ഒന്നും കൊടുത്തിട്ടില്ല. അറിയാമല്ലോ ബിജുവിന്. അന്ന് ഇതുപോലെ പാട്ടിൻ്റെ ചാൻസ് അടിച്ച് പല പേരും വരും. കൂട്ടത്തിലൊരാളായിട്ട് അന്ന് ബിജുവിനെ കണ്ടുള്ളൂ. പക്ഷേ പിൽക്കാലത്ത് മാഷ് ആ ബിജുവിൻ്റെ കഴിവുകൾ കണ്ടെത്തുകയും വെങ്കലം എന്നുള്ള പടത്തിൽ ബിജുവിനെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. ബിജുവിൻ്റെ ലൈഫിൽ അതൊരു വഴിത്തിരിവായിട്ട് മാറി. അത്രത്തോളം ഹിറ്റായൊരു പാട്ടാണ് കളഭം തരാം എന്നുള്ള പാട്ട്. പിന്നെ ഒരാഗ്രഹം കൂടെ ബിജു ആദ്യം ചെയ്തില്ലേ വെങ്കലത്തിലെ പാട്ട് 10 വെളുപ്പിന്, അതൊന്ന് പാടിക്കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ വടക്കുന്നാഥൽ പാടിയ കളഭം തരാം ബിജുവിൻ്റെ സ്വരത്തിൽ മുഴുവൻ പാട്ടും, മറ്റേത് ഡുവറ്റല്ലേ നമ്മൾ കേൾക്കാറ്, ഇപ്പം മുഴുവനും ഒന്ന് പാടി കേൾപ്പിക്കണം കേട്ടോ. ഇതൊരാഗ്രഹമാണ് ചേച്ചിയുടെ. ബിജുവിൻ്റെ വഴിയിൽ വലിയ മാറ്റം സൃഷ്ടിച്ച ഒരു അനുഗ്രഹീത സംഗീത സംവിധായകൻ്റെ സഹധർമ്മിണിയാണ് രവീന്ദ്രൻ മാസ്റ്റർ. എനിക്കൊന്ന് ബിജു നാരായണൻ എന്നുള്ളൊരു ഗായകൻ ഉരുത്തിരിയുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുർശിയിലാണ്. അദ്ദേഹം ഒന്ന് കറക്കിയപ്പോഴാണ് ബിജു കറങ്ങി തുടങ്ങിയത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാക്കിലും ഭക്തിഗാനത്തിലുമൊക്കെ അങ്ങ് പോയേനെ. തീർച്ചയായിട്ടും എനിക്കൊന്ന് അവർ സംസാരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടെയാണ് ബിജുവിനെ കുറിച്ച് പറയുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ് വെങ്കലം എന്ന സിനിമയിൽ പാടാൻ സാധിച്ചത്. ശ്രീ ജോണി സാഗരിയാണ് അതിൻ്റെ ഓഡിയോ റൈറ്റ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫിലിമാണ് ഓഡിയോൻ്റെ. അപ്പോൾ അതിനു മുമ്പ് ഒന്നാം തിരുപ്പടി എന്ന് പറഞ്ഞിട്ടൊരു അയ്യപ്പൻ കാസറ്റ് ഫുൾ ആൽബം വയലാർ ശരചന്ദ്രവർമ്മ എഴുതി TS രാധാകൃഷ്ണജി സംഗീതം പകർന്ന ഒരു ആൽബം അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഫിലിമിൻ്റെ റൈറ്റ് ഓഡിയോ റൈറ്റ് കിട്ടിയപ്പോൾ ശ്രീ ജോണി സാഗരിയ പറഞ്ഞു അതിലൊരു പാട്ടുണ്ട്, അപ്പോൾ അത് ചെന്നൈയിൽ ആരെയും കൊണ്ട് പഠിപ്പിച്ചാൽ മതി, അത് ഫില്ലറായിട്ട് വരുള്ളൂ. അത് ഒറിജിനലി ചിത്ര പാടിയിരിക്കുന്ന പാട്ടാണ്, 10 വെളുപ്പിന് എന്നുള്ള പാട്ടാണ്. അത് ഫിലിമിൽ ഉണ്ടാവില്ല, മറിച്ച് ഫില്ലറായിട്ട് കാസറ്റിൽ വരും. അപ്പോൾ അത് ബിജു ഒന്ന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം. അപ്പോൾ പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ജോണി ചേട്ടൻ പറഞ്ഞു 3 പുലികളാണ്. ഒന്ന് പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ, രവീന്ദ്ര മാസ്റ്ററുടെ മ്യൂസിക്, ഡയറക്ടർ ഭരതേട്ടൻ. അപ്പോൾ പിന്നെ ഈ 3 പേരുടെയും ഒരു പെർമിഷൻ എന്തായാലും വേണം. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഇങ്ങനെ ആദ്യം പോവാണ്. ഞാൻ വിചാരിച്ചു ചെന്നൈ നഗരം ആദ്യമായിട്ട് പോകില്ല, അപ്പോൾ പറ്റുമെങ്കിൽ കാണാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ രവീന്ദ്രൻ മാസ്റ്ററുടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം അതിനൊരു 3-4 മാസം മുമ്പ് ഈ അമരം ഫിലിമിൻ്റെ 101-ാം ദിവസത്തിൻ്റെ ഫംഗ്ഷന് ഞാൻ പാടിയിരുന്നു. എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ എല്ലാ ഗാനങ്ങളും പാടിയിരുന്നു. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ എന്നെ നോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം അന്ന് ശ്രദ്ധിച്ചിരുന്നു. അതെനിക്കറിയില്ല. അപ്പോൾ മാസ്റ്റർ വീട്ടിൽ ഞാനും ജോണി ചേട്ടനും കൂടി ചെന്നപ്പോൾ മാഷ് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ഈ മറ്റേ CD ഒക്കെ കരുതി വെച്ചിരിക്കുന്നു. ഒന്നാം തിരുപ്പടിൻ്റെ CD ഉണ്ട് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവൻ്റെ ഈ CD ഒന്നും കേൾക്കണ്ട, ഇവനെനിക്കറിയാം, ഇവനന്ന് അമരത്തിലെ മറ്റേ അഴകെ എന്നുള്ള പാട്ടൊക്കെ പാടിയതല്ലേ, നീ ഒരു ജീൻസും ഒരു വെള്ള ജുബയല്ലേ ഇട്ടിരുന്നത്. അപ്പോൾ തന്നെ നമ്മളവിടെ തീർന്നു. അപ്പോൾ തന്നെ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ സ്റ്റുഡിയോ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാണ്. അപ്പോൾ നാളെ തന്നെ നമുക്ക് പാടാം എന്ന് പറഞ്ഞിട്ട് രാവിലെ SPB സാറ് 9 മണിക്ക് സ്റ്റുഡിയോയിൽ വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് 1 മണിക്കൂർ 8 തൊട്ട് 9 മണി സമയത്താണ് ഈ പാട്ട് എടുക്കുന്നത്. അത് രാവിലെ ഒരു 8 മണിക്കാണ് ഈ പാട്ട് പാടുന്നത്. ഒരു 8:30 ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. കാരണം ഞാൻ ഈ പാട്ട് ഒരുപാട് തവണ ഇങ്ങനെ വാക്ക്മാനിൽ കേട്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നു. പക്ഷെ അതാണ് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു അപൂർവ മുത്തായിട്ട് ഇന്നും ബിജുവിൻ്റെ കരിയറിലുണ്ട്. ബിജു വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലൂട്ട്. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലൂട്ട്. വള്ളുവ നാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടുന്ന കല്യാണം. 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. 10 വെളുപ്പിന്
മുറ്റത്ത് നിക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ഒരു സൂപ്പർ പാട്ടായിട്ട് ഇന്ന് നിലനിൽക്കുകയാണത്. ഒരുപാട് പാട്ടുകൾ വന്നു പോയെങ്കിൽ പോലും ഈ പാട്ടിൻ്റെ ഒരു എന്താ പറയുക ഒരു സൗന്ദര്യം അതിലൊരു യാതൊരുവിധ പോറൽ വെച്ചിട്ടില്ല.